ഈശ്വര സന്നിധിയിലേക്ക് സ്വാഗതം. ആദ്യമായിട്ടാണ് ആരെങ്കിലും ഈ ചാനൽ കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. അതുപോലെ തന്നെ അടുത്തുള്ള ബെല്ലൈക്കൺ കൂടി ക്ലിക്ക് ചെയ്യുക. വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക. നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങൾ കമൻസിലൂടെ രേഖപ്പെടുത്തുവാനും മറക്കരുത്. ജ്യോതിഷപ്രകാരം നാളുകൾക്ക് പല പ്രത്യേകതകളുണ്ട്. ചില നക്ഷത്രങ്ങൾ പൊതു സ്വഭാവങ്ങൾ ഉണ്ടാകും. ഇതിൽ പുരുഷ സ്ത്രീ വ്യത്യാസങ്ങളും ഉണ്ടാകാം. ഇതനുസരിച്ച് ചില സ്ത്രീ നക്ഷത്രങ്ങൾ മറ്റുള്ളവരെ പെട്ടെന്ന് ആകർഷിക്കുന്നവരാണ്. ഇവർ തങ്ങളുടെ വ്യക്തിപ്രഭാവം കൊണ്ട് പുരുഷന്മാരെ ആകർഷിക്കുന്നവയാണ്. പുരുഷന്മാരെ മാത്രമല്ല, പൊതുവെ ആകർഷണ ശക്തി കൂടുതലാണ് ഈ സ്ത്രീ നക്ഷത്രങ്ങൾക്ക്. ഇത് ആകർഷകമായ രൂപം കാരണം മാത്രമാകണമെന്നില്ല, ഇവരുടെ വ്യക്തിത്വം കൊണ്ടുമാവാം. ഇതല്ലെങ്കിൽ നല്ല മറ്റു ഗുണങ്ങൾ കൊണ്ടാവാം. ഇത് സൗഹൃദമാകാം, സഹോദര തുല്യമാകാം. ഇതല്ലാതെ പങ്കാളി എന്ന നിലയിൽ മാത്രമാകണമെന്നില്ല. കാഴ്ചയിൽ മാത്രമല്ല, പ്രവൃത്തിയിലും ചിന്തയിലും എല്ലാം സൗന്ദര്യം ഉണ്ടാകുന്ന നക്ഷത്രങ്ങളാണ് ഇവർ. ശരീര സൗന്ദര്യത്തിലും മനസ്സിൻ്റെ സൗന്ദര്യത്തിലും മുന്നോട്ട് നിൽക്കുന്ന സ്ത്രീകൾ ജനിക്കുന്ന ചില നക്ഷത്രങ്ങളെക്കുറിച്ചാണ് ഇന്ന് ഈ വീഡിയോയിൽ പറയാൻ പോകുന്നത്. ഇതിനർത്ഥം മറ്റ് നാളുകളിലെ സ്ത്രീകൾക്ക് ഈ ഗുണങ്ങൾ ഇല്ലെന്നല്ല, മറിച്ച് ഈ നാളുകാർക്ക് ഇത്തരം പൊതുഫലം അധികമാണ് എന്നതാണ്. ഇതിൽ ആദ്യ നാള് കാർത്തികയാണ്. ഇവർ കുടുംബകാര്യങ്ങളിൽ ശ്രദ്ധ പുലർത്തുന്നവരാണ്. മറ്റുള്ളവരുടെ ഇഷ്ടം കൂടി നോക്കി പെരുമാറുന്ന തരക്കാരാണ് ഇവർ. ഇതിവരെ മറ്റുള്ളവരിൽ നിന്നും വ്യത്യസ്തമാക്കുന്ന ഒന്നാണ്. ഇത് പൊതുവെ മറ്റുള്ളവരെ ആകർഷിക്കുന്ന ഒരു സ്വഭാവമാണ്. കാർത്തിക നക്ഷത്രക്കാരായ സ്ത്രീകളെ പങ്കാളികളായി ലഭിക്കുന്ന പുരുഷന്മാർ ഭാഗ്യവാന്മാരാണെന്ന് പറയാം. ഇവർക്ക് വളരെ ബഹുമാനം ലഭിക്കും. ഇവരുടെ ഭർത്താവിനും അത് ലഭിക്കും. സൗന്ദര്യവതികളാണ് പൊതുവെ ഈ നക്ഷത്രത്തിൽ ജനിച്ച സ്ത്രീകൾ. അടുത്തത് അശ്വതി നക്ഷത്രം. അശ്വതി നക്ഷത്രക്കാരും ഇതേ രീതിയിൽ പെടുന്നവരാണ്. ഇവർ കാര്യപ്രാപ്തിയുള്ളവരാണ്. കുടുംബത്തിലെ കാര്യങ്ങൾ കണ്ടറിഞ്ഞു ചെയ്യുന്നവർ. അതിനാൽ തന്നെ ഇത്തരക്കാരുടെ മറ്റുള്ളവർക്ക്, പുരുഷന്മാർക്ക് താല്പര്യം തോന്നുന്നത് സർവ്വസാധാരണമാണ്. ഇവർ പൊതുവെ കഠിനാധ്വാനം ചെയ്യുന്നവരും കാര്യപ്രാപ്തി നേടുന്നവരുമാണ്. ഇത് തങ്ങളുടെ കാര്യത്തിൽ മാത്രമല്ല, കുടുംബാംഗങ്ങളുടെ കാര്യത്തിൽ കൂടി പ്രാവർത്തികമാക്കുന്ന ഒന്നാണ്. അടുത്തത് രോഹിണി. രോഹിണി നക്ഷത്രക്കാരും ഇത്തരത്തിലെ സ്ത്രീ നക്ഷത്രമാണ്. മുറിഞ്ഞുപോയ ബന്ധങ്ങൾ കൂട്ടിച്ചേർക്കാൻ കഴിയുന്ന നക്ഷത്രമാണിത്. ഇതിനാൽ തന്നെ ഇവരോട് ആകർഷണം തോന്നുന്നത് സാധാരണമാണ്. ബന്ധങ്ങൾക്ക് വില കൽപ്പിക്കുന്നവർ കൂടിയാണ് ഇവർ. അടുത്തത് ചിത്തിര. ചിത്തിര നക്ഷത്രക്കാരായ സ്ത്രീകൾ സ്നേഹിക്കുന്നവർക്ക് വേണ്ടി എന്തും ചെയ്യുന്നവരാണ്. സ്നേഹിക്കുന്നവർക്കായി ജീവൻ കൂടി കൊടുക്കാൻ തയ്യാറാകുന്ന തരമാണ്. ഇതിനാൽ തന്നെ ഇവരോട് മറ്റുള്ളവർക്ക് താല്പര്യം കൂടുന്നതും സാധാരണമാണ്. അടുത്തത് മകയിരം. മകയിരം നക്ഷത്രമാണ് അടുത്തത്. ഇവർക്ക് പൊതുവെ ആഭരണങ്ങളോടും ഒരുക്കത്തോടുമെല്ലാം താല്പര്യമുള്ളവരാണ്. പൊതുസമൂഹത്തിൽ നല്ല രീതിയിൽ സ്വയം പ്രസന്റ് ചെയ്യാൻ താല്പര്യമുള്ളവർ എന്ന് കരുതി ഇതിനായി അമിത ആഡംബരമൊന്നും ഉണ്ടാകില്ല. ഉള്ളത് കൊണ്ടാണ് ഇത് ചെയ്യുക. ഇവർ നല്ല രീതിയിൽ സംസാരിക്കുന്നതും പെരുമാറുന്നവരുമായിരിക്കും. അടുത്തതാണ് പുണർദം. പുണർദം ഇത്തരത്തിലെ ഒരു നക്ഷത്രമാണ്. ഇവരും മറ്റുള്ളവരെ മയക്കുന്ന, ആകർഷിക്കുന്ന നക്ഷത്രമാണെന്ന് പറയാം. ഇവർ പൊതുവെ വിശാല മനസ്കരായിരിക്കും. ബുദ്ധിശാലികൾ കൂടിയാകും ഇവർ. വളരെ സൗമ്യമായ നക്ഷത്രം കൂടിയാണിത്. ഇതിനാൽ പുരുഷന്മാരെല്ലാം ആകർഷിക്കപ്പെടുന്ന ഒന്നാണ്. വീഡിയോ കണ്ടതിന് നന്ദി. ഇതുപോലുള്ള വീഡിയോസ് ഇഷ്ടപ്പെടുന്നവർ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.